മൂസ ഹാജി ഒരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്ത് നിങ്ങൾക്കുള്ളതൊക്കെ എനിക്കുമുണ്ട്, നിങ്ങൾക്കില്ലാത്തതും എനിക്കുണ്ട്. TC ആ വേഗം എടുക്കണം. ആ മൂന്നാമത്തെ വാക്ക് മനസ്സിലാക്കണം നിങ്ങൾ. അത് ഒരു വലിയ മുതലാളിയുടെ മുഖത്ത് നോക്കി പറയാം, നിങ്ങൾക്കുള്ളത് എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ മൂസാജി വലിയൊരു പണക്കാരനാണ്. അത്രല്ലെങ്കിലും അത്യാവശ്യം ബഹുമാനപ്പെട്ട സംശയങ്ങൾക്കുണ്ട്. പിന്നെ ഇല്ലാത്തതുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു പണ്ഡിതൻ തന്നെയാണ് ബഹുമാനപ്പെട്ട ശംസുൽ അഹമ്മദ് വൈസാലിയത്തെ പോലെ, മഹാനായ OK ഉസ്താദിനെ പോലെ, കണ്ണിയത്ത് ഉസ്താദിനെ പോലെ ഒക്കെ വലിയ വലിയ പണ്ഡിതന്മാരായിരുന്നില്ലേ? ഖുത്ബി മുഹമ്മദ് മുസ്ലിയാരെ പോലെ. ചെറിയ ഏറ്റ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങളെ അപേക്ഷിച്ച് വലിയ തലയെടുപ്പുള്ള പണ്ഡിതനായിരുന്നു. അതാ പറഞ്ഞത് നിങ്ങൾക്കില്ലാത്തതും എനിക്കുണ്ട്. അതും പറഞ്ഞ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ആ യോഗ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി. അഥവാ ഓരോന്നും പറയാൻ സമ്മതിച്ചില്ല. ബേഗർക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിപ്പോയി. ഇന്നത്തതുപോലെയൊന്നുമല്ല. 977 എന്ന് പറഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 40 വയസ്സ് കുറവാണ്. 40 ഇന്നിപ്പോൾ എനിക്ക് 69-70 വയസ്സാകുന്നുള്ളൂ. അപ്പം അതിൻ്റെ പകുതി വയസ്സേ ആണെന്നുള്ളൂ. ഓടാൻ തന്നെ കഴിയും. ഓടിപ്പോയി വേഗം എടുത്ത് കോളേജിൻ്റെ ഗേറ്റ് കിടക്കുമ്പോഴേക്കും ആ മാസത്തെ ശമ്പളവുമായി ക്ലർക്ക് വന്നു. എന്താണിതെന്ന് ചോദിച്ചു. അപ്പോൾ വൗച്ചർ വാങ്ങി ചുരുട്ടി മടക്കി വലിച്ച് അങ്ങോട്ട് എറിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കിട്ടിയ ബസ്സിൽ പെരുന്നാൾമാർക്കാണ് കയറി. കിട്ടിയ ബസ്സിന് അവിടെ കാത്തിരുന്നാൽ അല്ലാതെ പോണ ബസ്സൊക്കെ കിട്ടും, അവിടെ നിന്നാണ് പോവുക എന്നുള്ള നിലക്ക്. അങ്ങനെ പെരുന്തൽമണ്ണ ചെന്ന് പിന്നെ കോഴിക്കോട്ടേക്കുള്ള ബസ്സിന് പോയി വീട്ടിലേക്ക് ചെന്നു. 6 മുത്താലിമീങ്ങളും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ കൂടെ അന്ന് കോളേജിൽ നിന്ന് മടങ്ങിപ്പോന്നു. അല്ലേ? 6 മുത്താലിമീങ്ങളും ശംസുൽ ഉലമയുടെ കൂടെയല്ല, ശംസുൽ ഉലമ പോന്നു എന്ന് പറഞ്ഞപ്പോൾ അവരും വൈകുന്നേരം ആയപ്പോൾ 6 ആളുകൾ പോന്നു. പിന്നെ എവിടേക്കാണ് ശംസുൽ ഉലമ പോയത്? അതൊന്ന് പറയാം. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പട്ടിക്കാട് കോളേജിൽ നിന്ന് ഒഴിവായി എന്നും വീട്ടിൽ വിശ്രമിക്കുകയാണെന്നും അന്നത്തെ കണ്ണൂർ ജില്ലയും ഇന്നത്തെ കാസർഗോഡ് ജില്ലയുമായ ഇതിൽ ഉൾപ്പെടുന്ന പൂച്ചക്കാട് എന്ന മഹല്ല് നിവാസികൾ അറിഞ്ഞു. അവർ ഒന്നടങ്കം ബഹുമാനപ്പെട്ട MA ഉസ്താദിന്റെ നേതൃത്വത്തിൽ ശംസുൽ ഉലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് ആ പള്ളിയിൽ ദർസ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിന്റെ ഇടക്കാലത്ത് വെച്ചായിരുന്നു, റബീഉൽ ആഖിറിലായിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പട്ടിക്കാട് കോളേജിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. ആ റബീഉൽ ആഖിർ, ജമാഅത്തുൽ അവ്വൽ, ജമാഅത്തുൽ ആഖിർ, റജബ്, പിന്നെ ശഅബാനിൽ ഒരു 10 ദിവസം, അങ്ങനെ 4 മാസവും 10-12 ദിവസമാണ് ബഹുമാനപ്പെട്ടവർ അവിടെ ജോലി ചെയ്തത്. അവരവിടെ കൊണ്ടുപോയി അവിടെ ഈ പട്ടിക്കാട് കോളേജിൽ നിന്ന് ഇറങ്ങി വന്ന 6 മുത്താലിമീങ്ങളും പിന്നെ അവിടെ ഉണ്ടായിരുന്ന മുത്താലിമീങ്ങളും ശംസുൽ ഉലമ അവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ എത്തിയ മുത്താലിമീങ്ങളും അടക്കം 60-70 മുത്താലിമീങ്ങൾ അവിടെ ദർസിലുണ്ടായിരുന്നു. അങ്ങനെ ദർസ് നിർത്താൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കോളേജിന്റെ പ്രിൻസിപ്പാളായി ഒരുപാട് കാലം 10-14-15 വർഷം സേവനമനുഷ്ഠിച്ച ഒരു പണ്ഡിത കേസരി ഇനി ഒരു ദർസിൽ ഒരു മുദരിസാവുക എന്നത് ശരിയല്ലെന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ അന്നും എന്നും വളരെ കൂടുതൽ ആദരവോടെയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കൂടി കാണുന്ന എന്നെപ്പോലെയുള്ള പ്രവർത്തകന്മാർ ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിക്കുകയും ബഹുമാനപ്പെട്ട ചെറൂർ TT അബ്ദുള്ളക്കുട്ടി ഫൈസ് ബഹുമാനപ്പെട്ടവർ വഫാത്തായി മക്കയിൽ വെച്ച് അള്ളാഹു ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഞങ്ങളുടെ സമകാലീനന്മാരായിരിക്കുന്ന പട്ടിക്കാട് കോളേജ് ഞങ്ങളൊന്നായിട്ടുണ്ടായിരുന്ന കുറേ ആളുകൾ ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടി നമുക്കൊരു മാർഗം കാണണം. 977 മർക്കസ് സഖാഫത്ത് സുന്നിയെ കുറിച്ച് ആലോചിച്ചിട്ടും കൂടിയില്ലാന്ന് FP ഉസ്താദ് ഇങ്ങനെ മനസ്സിലിങ്ങനെ താലോലിച്ച് നടക്കുന്നുണ്ട്, നമുക്കൊരു സ്ഥാപനം തുടങ്ങണം എന്നൊക്കെ മനസ്സിലുണ്ട് എന്നല്ലാതെ അതിൻ്റെ പ്രവർത്തനവും തുടങ്ങിയിട്ടില്ല, ആരോടും ആലോചിച്ചിട്ടുമില്ല. മറ്റൊരു കോളേജ് ഇവിടെ ഇല്ലതാണ്. അപ്പോഴാണ് നന്ദി ദാറുസ്സലാം അറബിക് കോളേജ്. അത് നന്ദിയൽ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാൾ പ്രൈവറ്റായിട്ട് നടത്തിയിരുന്നൊരു കോളേജാണ്.
അഥവാ നന്ദിയിലെ പള്ളിയിൽ അവിടെ മുദരിസും ഖത്തീമും ഒക്കെ ആയി വന്നവർ പിന്നെ ഒരു ചികിത്സ ഒക്കെ തുടങ്ങി, ആളുകളൊക്കെ കൂടുതൽ ബന്ധപ്പെടാൻ തുടങ്ങിയപ്പോൾ അവർക്ക് ദർസ് നടത്താൻ സമയമില്ലാതെയായി. ചികിത്സയ്ക്ക് മാത്രമായി സമയം. അപ്പോഴും മറ്റുള്ളവരെ ദർസ് നടത്താൻ തുടങ്ങിയവർ തനിക്ക് കിട്ടുന്ന ഈ കാശ് ചികിത്സക്ക് ഒരുപാട് വലിയ വലിയ മുതലാളിമാരും സാധാരണക്കാരും ഒക്കെ ചെല്ലുന്നവരൊക്കെ കൊടുക്കുന്ന കാശ് ആളധികം വന്നപ്പോൾ ടോക്കൺ സമ്പ്രദായം വെച്ചിട്ട് വരെ അവിടെ ആളുകളുണ്ടായിരുന്നു. ആ കാശ് ഒരു ദീനീ പ്രചരണത്തിന് ഉപയോഗിക്കാം എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവർ ആ പള്ളിയുടെ അടുത്ത് നന്ദി കോളേജിന്റെ പള്ളിയുടെ വളപ്പിൽ തന്നെ ഒരു ചെറിയ ബിൽഡിംഗ് എടുത്തു. ആ ബിൽഡിങ്ങിലാണ് 977 നന്ദി ദാറുസ്സലാം അറബി കോളേജ് തുടങ്ങുന്നത്. അതിൻ്റെ പ്രിൻസിപ്പളായി അന്ന് ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിനെ നിശ്ചയിച്ചു. കോട്ടുമല ഉസ്താദ് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ പട്ടിക്കാട് പോകുന്നതിന് ശേഷം പട്ടിക്കാട് കോളേജിന്റെ പ്രിൻസിപ്പാളുമാണ്. അപ്പോൾ 2 ദിവസം ഇവിടെ, 3 ദിവസം പട്ടിക്കാട്, പിന്നെ 2 ദിവസം നാട്ടിലേക്ക് പോണതും അല്ലേ. ശനി ഞായർ തിങ്കൾ ഈ ദിവസങ്ങളിലൊക്കെ പട്ടിക്കാട്, ചൊവ്വ ബുധൻ ആ ദിവസങ്ങളിൽ നന്ദിയിലും, വ്യാഴവും വെള്ളിയും നാട്ടിലും. ഇങ്ങനെയായിരുന്നു അവരുടെ നിലപാട്. അങ്ങനെ ആ കോളേജിൽ തുടങ്ങി ഏകദേശം ഒരു 100 മുത്താലിമീങ്ങളുണ്ടായിരുന്നു. വേറെയും 2 മുദരിസന്മാർ വേറെയുണ്ട്. ഈ നന്ദിയിൽ മുസ്ലിയാരുമായി നേരത്തെ ഒരടുപ്പമുള്ള ആളായിരുന്നു സാധുവായ ഞാൻ. അപ്പം നമ്മൾ ഈ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് നന്ദിയിലെ കോളേജുമായി മുസ്ലിയാരുമായി ഒന്ന് ബന്ധപ്പെട്ട് ശൈഖുനാൻ അങ്ങോട്ട് കൊണ്ടുപോവുക. എന്നിട്ട് നമുക്ക് ആ കോളേജ് പേരുണ്ടല്ലോ, ദാറുസ്സലാം അറബിക് കോളേജ് എന്നുള്ളതിൻ്റെ പേര്. അപ്പോൾ കോളേജിലെത്തിയാലെന്നാലോ. അപ്പോൾ നടക്കുമെന്ന് ചോദിച്ചു. കോളേജ് കമ്മിറ്റിക്കാരൊക്കെ രാഷ്ട്രീയക്കാരാ, ഒക്കെ ലീഗുകാരാണ്. അത് സമ്മതിക്കുമെന്നൊരു സംശയം. അതിന് ചില തന്ത്രങ്ങളും മാർഗങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നന്ദിയിൽ മുസ്ലിയാരുമായി ഞാൻ ബന്ധപ്പെട്ടു. എന്നിട്ട് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തു. ശംസുൽ ഉലമ ഈ കോളേജിൽ വന്നാൽ നമ്മുടെ കോളേജ് എല്ലാവരും അറിയപ്പെടുന്ന കോളേജാക്കി മാറ്റാം. അങ്ങനെ മുസ്ലിയാരുടെ അടുത്ത് അതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അല്ലെൻ്റെ പൊന്നാര TC ആയിരുന്നു ഇവര് സമ്മതിക്കുക എന്നുള്ളതാണ്. അവരിങ്ങനെ രാഷ്ട്രീയക്കാരനാണ്, പിന്നെ ലീഗിനെതിരാണെന്നൊക്കെ വലിയ പ്രചരണം ഉണ്ടല്ലോ. കാരണം ചന്ദ്രകയിലും മറ്റുമൊക്കെ അതിരൂക്ഷമായി ഇഷ്ടപ്പെട്ട ശംസുൽ ഉലമയെ എതിർത്തുകൊണ്ട് അന്ന് ലേഖനങ്ങളും അതുപോലെ റിപ്പോർട്ടുകളൊക്കെ വരുന്ന കാലമാണ് അല്ലേ. പണ്ഡിത സൂര്യൻ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയായിരുന്നു ചന്ദ്രികയാണ്. ഒരുപാടുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു അതിനൊക്കെ നമുക്ക് മാർഗമുണ്ട്, നിങ്ങൾ സമ്മതിച്ചാൽ മതിയെന്നാണ്. എനിക്ക് ആഗ്രഹം അത് തന്നെയാണ് എന്നാണ്. അന്ന് ഞാൻ വേറെ ചില പണിയെടുക്കാണ്ടെന്ന് പറഞ്ഞു ഞാൻ. എന്നിട്ട് ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിനെ ഞാൻ സമീപിച്ചു. കോട്ടുമൽ ഉസ്താദുമായിട്ട് എനിക്ക് ബന്ധം പട്ടിക്കാട് കോളേജിലുള്ള 2 വർഷത്തെ ബന്ധം മാത്രമേ ഉള്ളൂ. പക്ഷെ 2 വർഷം കൊണ്ട് ഒരു 20 വർഷത്തെ ബന്ധം ഞാൻ സ്ഥാപിച്ചു, ഖിദ്മത്ത് ചെയ്തിട്ടും അതുപോലെ മറ്റു കാര്യങ്ങളിലുമൊക്കെ. അതുകൊണ്ട് വലിയ ഇഷ്ടം മഹാനവർക്കുണ്ടായിരുന്നു. അവരൊക്കെ ഒരു പൊരുത്തവും ഒക്കെയാണ് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഈ റാഹത്തും ബർക്കത്തും ഒക്കെ ചെയ്തതും ഒരു പൊതുപ്രവർത്തകനായി അള്ളാഹു എന്നെ നിശ്ചയിച്ചതും. കോട്ടുമൽ ഉസ്താദ് വീട്ടിൽ പോകുന്ന ദിവസം നോക്കി ഞാൻ അങ്ങോട്ട് ചെന്ന്, എന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് വരക്കാൻ പറഞ്ഞ്, എന്താ ഇപ്പോൾ പ്രത്യേകമായിട്ട് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ട്. പട്ടിക്കാട് കോളേജ് സമസ്തന്റെ കീഴിലുള്ള കോളേജാണ്. ശൈഖുനയാണെങ്കിൽ അവിടുന്ന് പോരും ചെയ്തിട്ടുണ്ട്. ശൈഖുനക്കാരോടെങ്കിലും പക ഉണ്ടെങ്കിൽ അത് മൂർഖം ബാബിന്റെ പകയാണെന്ന് ഞാൻ പറയണ്ടല്ലോ എന്നാണ്. അത് ശരിയാണ്, എന്തേപ്പോന്ന് ചോദിച്ചത്. എന്തേന്ന് ചോദിച്ചു. കാരണം അവരൊക്കെ ഇങ്ങനെ വെറും നേരവോ എന്ന നിലക്ക് മാത്രം ജീവിച്ചിരുന്ന മഹാന്മാരായിരുന്നു. മുഷാവറയിലൊരു തീരുമാനമെടുക്കുകയാണെങ്കിൽ പട്ടിക്കാട് കോളേജിൽ പ്രിൻസിപ്പാളായവർ മറ്റു കോളേജിലും പ്രിൻസിപ്പാളായിക്കൊണ്ട് ഇരട്ട ശമ്പളം വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ സ്ഥാനത്ത് മാറ്റുക എന്ന് പറഞ്ഞാൽ, പട്ടിക്കാട് കോളേജ് അറിയപ്പെട്ട കോളേജാണ്, മറ്റേ നന്ദിയിലെ മൂല്യാർ നടത്തുന്ന ഒരു പ്രൈവറ്റ് കോളേജ് എന്നേ അതിലുള്ളൂ എന്നാണ്. അല്ലെങ്കിൽ ഞാനത് തീരുമാനിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പം ഈ ചാറ്റും പാത്രം ചിന്തിയത് തന്നെ ചോറ്റിക്കായി എന്ന് പറഞ്ഞതുപോലെ ഞാൻ അല്ലെങ്കിലും അത് തീരുമാനിച്ചിരിക്കുക. എനിക്കിപ്പോൾ 2 വർഷത്തും കൂടി ഇവിടുന്ന് കാളമ്പാടിയാണുള്ള മൂപ്പരെ സ്ഥലം, കോട്ടുമല ദർശനം നടത്തിയിട്ട് കോട്ടുമല ഉസ്താദ് എന്ന് പേര് വന്നതാണ്. ഇവിടുന്ന് അങ്ങോട്ട് കോഴിക്കോട്ടൊക്കെ അപ്പുറത്ത് കയ്യിലും പോകണം, പട്ടിക്കാട്ടൊക്കെ പോകണം, എന്നിപ്പോൾ കഴിയൂല. ഞാൻ ഇപ്പോൾ ഈ നോമ്പോട് കൂടി
അവിടുന്ന് ഒഴിവാകാൻ നിൽക്കുകയാണ് എന്നാണ്. എന്നാലും പിന്നെ അതന്നെ നല്ലതെന്ന് എനിക്കും അഭിപ്രായമുണ്ട് എന്നാണ്. അതിപ്പോൾ ഓരോടിപ്പം എങ്ങനെ പറയണ് ഒഴിവാകല്, അതിപ്പോൾ അങ്ങനെയൊന്നുമില്ല. അതിനൊക്കെ ചില മാർഗം ഞാൻ കാണുന്നുണ്ട്. ഞങ്ങൾ കമ്മിറ്റിക്കാരും കൂട്ടി വരുന്നുണ്ട്.